അപ്പോൾ രാവിലത്തെ കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, കല്യാണിക്കുട്ടീനെ സ്കൂളിൽ വിടുക. ഇതൊക്കെ തന്നെയാണ് എന്നും പതിവായിട്ടുള്ള കാഴ്ചകൾ. പിന്നെ കണ്ണൻകുട്ടിയുടെ കൂടെയുള്ള കുറച്ച് സമയങ്ങൾ, അവൻ്റെ എക്സസൈസുകൾ, അവൻ്റെ ഫുഡ് കൊടുക്കുക, അതുപോലെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് സമയമേ കിട്ടാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഞാൻ വളരെ കുറച്ച് സമയമൊക്കെയാണ് എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ ഒരു കുഞ്ഞ് നെറ്റിപ്പട്ടത്തിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സമയം കിട്ടാറുള്ളൂ. സത്യം പറഞ്ഞാൽ ഓരോരുത്തർ ഓർഡർ തരുമ്പോൾ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര എനിക്ക് കുറച്ച് സമയം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണേ. എനിക്കിപ്പോൾ ഒട്ടും ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. രണ്ടാളുടെയും കാര്യങ്ങളൊക്കെ നോക്കി കണ്ണൻകുട്ടിയുടെ കാര്യങ്ങൾക്ക് നമുക്ക് സമയമാണ് ഒരുപാട് വേണ്ടത്. അപ്പോൾ എനിക്കില്ലാത്ത കാര്യവും സമയം തന്നെ. അപ്പോൾ കല്യാണിക്ക് ഇന്ന് കരാട്ടെ ഉള്ളത് കാരണേ അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് പോകുമ്പോൾ കണ്ണൻകുട്ടി ഇങ്ങനെ എണീറ്റ് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവൻ്റെ അടുത്ത് അവനെ കൊഞ്ചിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കണ്ണൻകുട്ടീനെ എടുത്തുകൊണ്ട് നടന്ന് കൊഞ്ചിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവട്ടോ അവൻ്റെ കൂടെ. ഞാനിപ്പോൾ എൻ്റെ മോനായതുകൊണ്ട് പറയുന്നതൊന്നുമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അവൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണെങ്കിലും കണ്ണൻ്റെ കൂടെ കുറച്ച് നേരം അവനെ എടുത്തുകൊണ്ട് നടക്കേ അവനെ കൊഞ്ചിക്കുകയോ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് ഭയങ്കരമായിട്ട് കൂളാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്യാണിക്കുട്ടിയുടെ മറ്റേ കരാട്ടയുടെ ഡ്രസ്സൊക്കെ തേക്കാനൊക്കെ ആയിട്ട് നിന്നു. അങ്ങനെ അവളെ വിട്ടു, സ്കൂളിൽ വിട്ട് വന്നപ്പോഴാണ് കുറച്ച് മീൻകറി അതുപോലെ മീൻ വറുക്കാനും അങ്ങനെയൊക്കെ മസാല തേക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ചൊക്കെ വെച്ചു. കണ്ണൻകുട്ടിക്ക് ഏറ്റവും കുളിപ്പിക്കാനായിട്ട് പോകുമ്പോഴേ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം എന്ന് പറയുന്നത് പാമ്പേഴ്സാണ് കേട്ടോ. അവന് ഇപ്പോൾ മഴയായത് കാരണം തന്നെ ഒരുപാട് വേണം. ദിവസത്തിൽ ചിലപ്പോൾ 3, 4, 5 വരെ മാറുന്നുണ്ട്. ആൾ നല്ലപോലെ യൂറിനൊക്കെ പോകുന്നുണ്ട്. നല്ല കാര്യമാണ് കേട്ടോ, അത് ഞാനൊരു ഇതായിട്ടല്ല പറയുന്നത്. അപ്പോൾ 3-4 എണ്ണമൊക്കെ എങ്ങനെ പോയാലും വേണം. അപ്പം ഞാൻ അവന് പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയറാണ് കേട്ടോ യൂസ് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റാണ്, നല്ല സുഖമാണ് അവന് യൂസ് ആക്കാനായിട്ട്. മമ്മി പൊക്കോ പാൻസ് അതുപോലെ ഹിമാലയ അതൊന്നും അവന് പറ്റില്ല കേട്ടോ. അവന് പാമ്പേഴ്സ് തന്നെയാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇത്തിരിയും കൂടെ ഒന്ന് സ്മൂത്താണത്. അപ്പം ഞാൻ പാമ്പേഴ്സിന് എൻ്റെ പ്രീമിയം കെയറാണ് അവന് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കല്യാണിക്കുട്ടീനെ കൊണ്ടുവന്നാക്കി വന്നിട്ടാണ് കേട്ടോ ഞാൻ പുട്ട് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിയുടെ ടോയൊക്കെ വെച്ചിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്തെ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വന്ന് തുടയ്ക്കലും പിന്നെ അതുപോലെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത് കേട്ടോ. കഴിക്കാനിരുന്നപ്പോഴേ അവനിതുപോലെ ഇങ്ങനെ കളിച്ച് ഇഴുകി ഇങ്ങനെ താഴത്തേക്ക് പോന്നപ്പോൾ ഞാൻ അവനെ കയറ്റി കെടുത്താൻ വേണ്ടിയിട്ടൊന്ന് നീങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറ ഓണായിരിക്കുന്നത് പിന്നെ ഞാൻ ആലോചിച്ചത്. ഞാൻ അവനെ കയറ്റി കെടുത്തി നേരത്തെ എൻ്റെ പുട്ട് താഴെ വീണു. ഞാൻ അത്രയും വിശന്നിട്ടിരുന്ന് കഴിക്കാനെടുത്തതായിരുന്നു. എൻ്റെ പുട്ട് നമ്മൾ മറ്റേ ചിരട്ടപ്പുട്ടുണ്ടല്ലോ അങ്ങനത്തെ പുട്ടാണ് ഉണ്ടാക്കുന്നത്.